BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു. സത്യവാങ്മൂലത്തിലെ സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചെന്ന പരാതിയെ തുടർന്ന് നേരത്തെ സൂക്ഷ്മ പരിശോധനയിൽ പത്രിക മാറ്റിവെച്ചിരുന്നു. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, മാറ്റിവെച്ചത് സ്വീകരിക്കാനുള്ള കാതലായ കാരണമുണ്ടോ? എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക വിഷയത്തിൽ? അജിൻഷാദ്, ഏതായാലും കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ചും ബംഗളൂരുവിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന അധ്യക്ഷൻ, നിയമമണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രത്യേകിച്ചും ബംഗളൂരുവിൽ 200 കോടി രൂപ ആസ്തിയുള്ള ആഡംബര വീടുണ്ട്. പക്ഷെ ആ വീടിന്റെ വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പരാതിയായി കോൺഗ്രസ് ആണ് പരാതി ആദ്യഘട്ടത്തിൽ നൽകിയത്, പരാതിയായി കോൺഗ്രസ് ഉന്നയിച്ചത്. ഇതേ തുടർന്ന് ഈ വിഷയം ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന ദിവസമായിരുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ LDFും UDFും ഈ വിഷയം ഉയർത്തി കാണിക്കുകയും ഇതിൽ പരാതി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാമനിർദ്ദേശ പത്രികയുടെ പരിശോധന അത് അവസാന ഘട്ടത്തിൽ മാത്രമായി നടത്താം. അപ്പോൾ അതിൽ വിശദമായി കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളും എന്നുള്ള കാര്യം ഭരണാധികാരി അറിയിച്ചത്. ഏതായാലും ഇരുഭാഗത്തിന്റെയും LDFിന്റെയും UDFിന്റെയും പരാതിയിന്മേലുള്ള വാദങ്ങൾ കേട്ടതിനു ശേഷമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ദിവസം അവസാന കേസായിട്ടാണ്, അവസാന പത്രികയായിട്ടാണ് ഇത് പരിശോധനയ്ക്ക് എടുത്തത്. തുടർന്ന് പരിശോധന നടത്തിയതിനു ശേഷം നിലവിൽ ഏതായാലും പത്രിക തള്ളാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളത് ഭരണാധികാരി അറിയിക്കുകയും പത്രിക സ്വീകരിച്ചതായി അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. പരാതിയുമായി നിയമപരമായി വിഷയത്തെ നേരിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ള കാര്യം LDFും UDFും അറിയിക്കുകയായിരുന്നു. ശരി ഷീജ. അതുപോലെ തന്നെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചതിൽ LDF നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കോടതിയെ സമീപിക്കുമെന്നും വി ശിവൻകുട്ടി.